അപ്പോൾ ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ വ്ളോഗാട്ടോ. എൻ്റെ ഈ ചാനലിലെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. ഓൺ വോയിസിൽ ഞാനിപ്പോൾ പോവുകയാണ്. ഇവിടെ തിരൂർ വരെ ഒന്ന് പോകണം. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫണ്ടിനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ തിരൂർ വരെ പോവുകയാണ്. എന്താ പറയുക, ആദ്യമായിട്ടാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, കുറേ നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് കിട്ടി, ഒന്നോ രണ്ടോ പോസിറ്റീവേ ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചവരോട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ആരോടും നമ്മുടെ ഐഡിയ പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് അത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുക. പിന്നെ എൻ്റെ ചേച്ചി കട്ട സപ്പോർട്ടാട്ടോ, അത് വേറെ പറയണം. പിന്നെ ഒരു ബിസിനസ് ആകുമ്പോൾ തോൽവിയുണ്ട് വിജയമുണ്ട്. നമ്മൾ തോൽക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല, എന്നാൽ വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടെല്ലാം ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും മൈൻഡിലുണ്ട്. ഇനി ഞാനെന്തായാലും മുൻപോട്ട് എടുത്ത് വെച്ച കാര്യം ഇനി ബാക്കോട്ടില്ല. അപ്പോൾ അതിനുള്ള ഓരോ തയ്യാറെടുപ്പുകളാണ്. ഇനിയിപ്പോൾ അതെന്താവും ഒന്നും എനിക്കറിയില്ല. കുറേ ഹോൾസെയിൽ ഡീലേഴ്സിനൊക്കെ വിളിച്ചു, ഒരു ഷോപ്പ് സെറ്റാക്കി. അപ്പം ഇനി കുറച്ചും കൂടെ പേയ്മെൻറ്റ് വേണം. അപ്പം അതിനുള്ള ഓട്ടത്തിലാണ്. ദൈവം സഹായിച്ച് കഷ്ടപ്പെടാൻ ഇഷ്ടമാണ്, കഷ്ടപ്പെട്ടോളാം. റിസൾട്ട് നല്ലതാവോ ചീത്തതാവോ ഒന്നും എനിക്കറിയില്ല. എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ മാക്സിമം നല്ല പ്രൊഡക്റ്റ്, നല്ല സാധനം, നല്ല ക്വാളിറ്റിയിൽ, അതുപോലെ തന്നെ നല്ല പ്രൈസിൽ. അപ്പം ഞാനൊരു സാധാരണക്കാരാണ്. എനിക്ക് ചിലവരിടുന്ന ഡ്രസ്സ് അയ്യോ അതിട്ടാൽ കൊള്ളായിരുന്നു എന്ന് തോന്നുമ്പോൾ അതിന് നല്ല റേറ്റ് ആവും. എനിക്ക് എൻ്റെ ബഡ്ജറ്റിൽ എനിക്കത് ഒതുങ്ങില്ല. അങ്ങനത്തെ സാധനങ്ങൾ എന്നാൽ നല്ല കുറച്ച് ബഡ്ജറ്റിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള, എനിക്ക് 24 വയസ്സായി, എൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഏത് ഡ്രസ്സ് ഇടും എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനെങ്ങനെ എന്തൊക്കെ എത്ര പ്രൈസ് ഉണ്ടാവുമെന്നും എനിക്കറിയാൻ പറ്റും. അപ്പോൾ ആ ഒക്കെ ഒരു ഐഡിയ ഒക്കെ വെച്ച് എന്താ പറയുക, ഒരു ഷോപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ കുറച്ച് പേയ്മെൻറ്റ്സ് കിട്ടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ തിരൂർ പോവുകയാണ്. ഓൺ ദ വേ നടക്കുകയാണ്. പുഴിങ്കുന്നിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. എനിക്ക് ആകെയുള്ളൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിമാർ 2 സപ്പോർട്ടാണ് എന്തായാലും. അപ്പോൾ എൻ്റെ ചിഞ്ചേച്ചിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ തുടങ്ങാം, ഫസ്റ്റ് എന്തായാലും ഫസ്റ്റിനെ നമുക്കെല്ലാം സെറ്റായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ലാസ്റ്റിലെയൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ കിട്ടുക. അങ്ങനെ തന്നെയാണ്, മുമ്പോട്ട് പോവുക, മൂവ് ഓൺ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെറിയ വഴിയാണ്. അപ്പോൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നടക്കാൻ പോകുന്ന സ്ഥലമില്ല. അപ്പോൾ പിന്നെ അവരുടെ ഇടയിൽ നിന്ന് ആ ഒരു ഒച്ചയിലൊന്നും ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ മുമ്പോട്ട് വെച്ച കാലം ഇനി ബാക്കോട്ടില്ല. അത് ഞാൻ എന്തായാലും ഉറപ്പിച്ചു. ഇനിയില്ല. ഇനി എനിക്കൊരാളുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യുക എന്നുള്ളൊരു സാധനം ഇനി എനിക്കില്ല. ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, എൻ്റെ ഒരു സൈൻ അതെത്തിക്കുക. എനിക്കിഷ്ടം. എൻ്റെ മോളൊക്കെ ഒന്ന് വലുതായി നമുക്ക് പറയാമല്ലോ, എൻ്റെ അമ്മേൻ്റെയാണ് ആ ബ്രാൻഡ്, എൻ്റെ അമ്മേൻ്റെ ഡ്രസ്സാണ് നീ ഇട്ടേ, അതെൻ്റെ അമ്മേൻ്റെ ആണെന്ന് അവൾക്കിങ്ങനെ പ്രൗഡായിട്ട് പറയാമല്ലോ. അപ്പോൾ അതിനുള്ള തന്ത്രപ്പാടാണ്. പിന്നെ ജീവിക്കണമെങ്കിൽ സ്നേഹം ഒന്നും പോരാ, ഏറ്റവും പ്രധാനം വേണ്ടത് പൈസയാണ്. അത് ഞാൻ എന്തായാലും മനസ്സിലാക്കിയതാണ്. നമുക്ക് സ്നേഹം എല്ലാം രണ്ടാമതാണ്, നമുക്ക് പൈസ വേണം. എന്നും ഒരാൾ നമുക്ക് കൊണ്ടുതരില്ല. അതും ഞാൻ മനസ്സിലാക്കിയതാണ്. എന്നും നമുക്കൊരാൾ നീ ചായ വാങ്ങിക്കോ അല്ലെങ്കിൽ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കോ എന്ന് നമുക്ക് കൊണ്ടുതരില്ല. ആ കൊണ്ടുതരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളിൽ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. നമുക്ക് അധ്വാനിക്കാൻ ദൈവം നല്ല 2 കൈയും കാലും അത്യാവശ്യം നല്ല ബുദ്ധിയും തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ചെയ്യാന്നേ. ഇതുവരെ ഞാൻ ഒരു കംഫർട്ട് സോണിലായിരുന്നു. എന്താണോ തിന്നുക, ഉറങ്ങുക, ഫുൾ ടൈം ഉറക്കം, പിന്നെ TV കാണുക, മൂവിക്ക് പോവുക, പിന്നെ സൊമാറ്റോ എന്തെങ്കിലും ഓർഡർ കൊടുക്കുക, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൊളാബോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് കിട്ടുക ചെയ്യുക. അല്ലാതെ ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാൻ എവിടെയോ ഇൻസ്റ്റഗ്രാമിലൊക്കെ
കണ്ടിട്ടുണ്ട് ഒരു ഡയലോഗ്, നമ്മളെന്നാണോ നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ വിജയിച്ചു തുടങ്ങുന്നു. അപ്പം ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പോവാം. ഇനി എൻ്റെ കാലിൻ്റെ അടിയിൽ എൻ്റെ അച്ഛനൊക്കെ പറയും പോലെ തീയാണ് ആ ഒരു സാധനമാണ്. നമുക്കിനി ഉറങ്ങാനോ വെറുതെ ഇരിക്കാനോ ടൈമില്ല. നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന എൻ്റെ ഒരു മോളുണ്ട്. അപ്പോൾ അവളെ നിരാശപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് 24 വയസ്സായിട്ടുള്ളൂ. എനിക്കിനി എത്രയോ ദൈവം മരണം തരുന്ന വരെ എനിക്ക് ജീവിക്കണ്ടേ നല്ല രീതിക്ക്. ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ജീവിക്കണം. അപ്പോൾ എനിക്ക് ആഗ്രഹിച്ച പോലെ നല്ല രീതിക്ക് എല്ലാവരും ജീവിക്കും പോലെ മനസ്സമാധാനത്തോടെ ജീവിക്കണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീട്. ദൈവം സഹായിച്ച് എനിക്കത് വേണം. ഞാൻ എഫേർട്ട് ഇട്ട് നമ്മൾ കണ്ട് ദൈവം പാതി നാം പാതി, നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടേ ബാക്കി നമ്മൾ ദൈവത്തോട് പറയാൻ പറ്റുള്ളൂ. അല്ല ദൈവം കൊണ്ട് തരുമെന്നൊന്നുമില്ല. എൻ്റെ ദൈവം ഞാൻ തന്നെയാണ്. ഇപ്പോൾ വിശന്ന് കിടക്കുന്നവന് ആരാണോ ഫുഡ് കൊണ്ടു കൊടുക്കുന്നത്, നേരത്തെ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത്, അവർക്ക് അവരാണ് ദൈവം. അതത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, മുമ്പോട്ട് വെച്ച് കാലിൽ നിർത്തി ഞാൻ ബാക്കോട്ട്. ഞാൻ എന്തൊക്കെ എതിർപ്പ് വന്നാലും ഇനിയിപ്പോൾ കൂടെയുള്ള ആൾക്കാർ ആരും കൂടെ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച ഒരാൾ ഇപ്പം എൻ്റെ കൂടെ ഇല്ല, വേണ്ട എന്ന് വെച്ച് പോയി. ഞാൻ അതിനെ മാനിക്കുന്നു. ഏറ്റവും നല്ല അതാണ്. നമ്മൾ ഈ ചാവുന്നതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ്. അവരും ജീവിക്കാം, നമ്മളും ജീവിക്കാം. നല്ലപോലെ അവരും ജീവിക്കട്ടെ, നമ്മളും ജീവിക്കട്ടെ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ കംഫർട്ട് സോണിൽ നിൽക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. നമ്മുടേതായിട്ട് എന്തെങ്കിലും ഒരു സൈൻ ലോകത്തേക്ക് കൊണ്ടുവരാം. അതും നമുക്കത്രയും ജെന്യൂനായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പൈസയാണ് നമ്മളാണ്ട് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വഴികളും നമുക്ക് തുറന്നു തരും. നമുക്ക് പിന്നെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമല്ലോ, ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓരോ ബുദ്ധി വരും, നല്ല ബുദ്ധി വരും. അപ്പോൾ എന്തായാലും ഇനി എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ട് വേണം. ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ എൻ്റെ ബ്രാൻഡിൻ്റെ പേരും എല്ലാം ലോഗോ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. എല്ലാം വഴിയെ പറയാം. ഞാൻ എന്തായാലും ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. അപ്പോൾ ബാക്കി നമുക്ക് വഴിയെ ഞാനൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ബൈ.